ഈ കൊടുങ്ങല്ലൂർ കോളേജ് ഗ്രൗണ്ടിൽ ആദ്യം പ്രധാനമന്ത്രി എത്തുന്നു. കൃത്യം 2 മണിക്ക് തന്നെ എത്തും എന്ന് തന്നെയല്ലേ ഇപ്പോഴും അറിയാൻ കഴിയുന്നത്? തീർച്ചയായും അനു, വിമാനമാർഗം കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രി 2 മണിയോടുകൂടെ തന്നെ കുട്ടനല്ലൂർ ഹെലിപ്പാഡിൽ ഹെലികോപ്റ്റർ ഇറങ്ങും. അവിടെ നിന്ന് റോഡ് മാർഗമാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ജനറൽ ആശുപത്രി ജംഗ്ഷനിലേക്ക് അദ്ദേഹം എത്തിച്ചേരുക. ഏതായാലും ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ വെച്ചാണ് റോഡ് ഷോ ആരംഭിക്കുക. ഈ ജനറൽ ആശുപത്രി പരിസരത്ത് ഇപ്പോൾ ഏതായാലും വലിയ രീതിയിൽ SPG മറ്റ് സുരക്ഷാ സേനകളൊക്കെ കൃത്യമായി തന്നെ പരിശോധനകൾ നടത്തുന്നുണ്ട്. അവർ വലിയ രീതിയിലുള്ള സുരക്ഷാ മുൻകരുതലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കാരണം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എത്തുന്ന ഒരു വേളയിൽ ഈ റോഡ് ഷോ ആരംഭിക്കുന്ന ഈ പരിസരവും മറ്റുമൊക്കെ കനത്ത സുരക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത്. കൃത്യം 2:30 തന്നെ ഇവിടെ നിന്നും റോഡ് ഷോ ആരംഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2:30 ആരംഭിക്കുന്ന റോഡ് ഷോ ഒരു 3:30 ആയിരിക്കും. അതായത് ഈ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ നിന്ന് തെക്കേ ഗോപുര നടയും അതുപോലെ തന്നെ നടുവിലാലും കടന്ന് അങ്ങനെ നായ്ക്കനാല് കവാടം വഴിയായിരിക്കും ഈ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഈ സ്ത്രീശക്തി സംഗമ വേദിയിലേക്ക് എത്തുക. ഏതായാലും ആ സ്ത്രീശക്തി സംഗമ വേദിയിലും ഈ റോഡ് ഷോയിലും ഒക്കെ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുമെന്നുള്ളതാണ്. റോഡ് ഷോയിൽ മാത്രം 1,00,000 ആളുകൾ പങ്കെടുക്കുമെന്നുള്ളതാണ് BJP അറിയിച്ചിട്ടുള്ളത്. സ്ത്രീശക്തി സംഗമത്തിൽ സ്ത്രീകൾക്ക് മാത്രമാണ് സമ്മേളന നഗരിയിലേക്ക് പ്രവേശനമുള്ളത് എങ്കിൽ റോഡ് ഷോയിൽ പുരുഷന്മാർക്ക് ഉൾപ്പെടെ പങ്കെടുക്കാൻ കഴിയുമെന്നുള്ള പ്രത്യേകതയും ഉണ്ട്. ഏതായാലും വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് തൃശ്ശൂരും മറ്റ് സമീപത്തായിട്ടുള്ള 8 ജില്ലകളിൽ നിന്നുള്ള ആളുകളാണ് പരിപാടിയിലേക്ക് എത്തുക. BJP പ്രവർത്തകരും മഹിളാ മോർച്ച പ്രവർത്തകരും മാത്രമല്ല സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള നിരവധി ആളുകൾ ഈ പരിപാടി മുത്തലാഖ് നിരോധനവും ഒക്കെ നടപ്പിലാക്കിയതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരള മണ്ണിലേക്ക് എത്തുമ്പോൾ ആവേശത്തിൽ തന്നെയാണ് മലയാളക്കരയിലെ വനിതകൾ എല്ലാവരും. പ്രധാനപ്പെട്ട സ്ത്രീകൾ എല്ലാവരും തന്നെ ഇന്ന് പ്രധാനമന്ത്രിയോടൊപ്പം വേദി പങ്കിടും.